ക്ഷേത്രപാലേശ്വരൻ തൻ പുണ്യഭൂവിൽ കാവലാളായി വന്ന പൊന്നുദേവൻ കാലങ്ങളായി ഈ മണ്ണു വാഴും ശ്രീഗുളികൻ രാജദേവൻ, ശ്രീഗുളികൻ രാജദേവൻ. ഭക്തജനങ്ങളെ, മനമുരുകി വിളിക്കുന്ന ഭക്തന്റെ മനസ്സിൽ ആശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും ഈശ്വരകാരുണ്യത്തിന്റെയും കുളിർമഴയായി പെയ്തിറങ്ങുന്ന സർവാഭീഷ്ടവരദായകരായ ദൈവചൈതന്യങ്ങൾ സർവരക്ഷാ ശിക്ഷാദായകരായി കുടികൊള്ളുന്ന ദേശദേവനായ ശ്രീ പനയാലപ്പന്റെയും ചാമുണ്ടേശ്വരിയുടെയും അർദ്ധനാരീശ്വരന്റെയും മണ്ണിൽ പെരിയാട്ടടകം ശ്രീ ചൗക്കാർ ഗുളികൻ പഞ്ചുരുളി, അണ്ണപ്പ പഞ്ചുരുളി, കുടുംബ പഞ്ചുരുളി, കുറത്തിയമ്മ, കരിഞ്ചാമുണ്ടേശ്വരി, വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്ത് തെയ്യംകെട്ട് മഹോത്സവം 2025 മാർച്ച് 27, 28 വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഭക്തിപൂർവ്വം കൊണ്ടാടുകയാണ്. 2025 മാർച്ച് 27 വ്യാഴാഴ്ച രാവിലെ 5 മണിക്ക് മഹാഗണനായകന് ഗണപതി ഹോമം, രാവിലെ 11 മണിക്ക് പെരിയാട്ടടക്കം ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിൽ നിന്നും ഫലധാന്യ സമൃദ്ധ സുഹൃതമായ കലവറ നിറക്കൽ ഘോഷയാത്ര, ഉച്ചയ്ക്ക് 12 മണിക്ക് കാലാകാലനായ ഗുളികൻ തെയ്യത്തിന്റെ പുറപ്പാട്, 1 മണി മുതൽ ഭക്തജനങ്ങൾക്ക് അന്നദാനം, വൈകുന്നേരം 6 മണിക്ക് ദീപാരാധനയെ തുടർന്ന് ഗുരുകാരണവർ, കുടുംബ പഞ്ചുരുളി, കരിഞ്ചാമുണ്ടിയമ്മ, അണ്ണപ്പ പഞ്ചുരുളി, കുപ്പ പഞ്ചുരുളി എന്നീ തെയ്യങ്ങളുടെ തിടങ്ങൽ, തുടർന്ന് അന്നദാനം. രാത്രി 9:30 വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം. രാത്രി 10 മണിക്ക് മഹാശക്തി സ്വരൂപിണികളായ അണ്ണപ്പ പഞ്ചുരുളി, കുപ്പ പഞ്ചുരുളി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട്. കാലാതിവർത്തിയായ ഈശ്വര ചൈതന്യങ്ങൾ നാടിനും തറവാട്ട് മക്കൾക്കും കാവൽ കടാക്ഷമായി കുടികൊള്ളുന്ന പരമപവിത്രമായ പെരിയാട്ടടക്കം ശ്രീ ചൗക്കാർ ഗുളികൻ ദേവസ്ഥാനത്ത് 2025 മാർച്ച് 27, 28 തീയതികളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി തെയ്യംകെട്ട് മഹോത്സവം ഭക്തിപൂർവ്വം കൊണ്ടാടുകയാണ്. നൂറ്റാണ്ടുകളായി നാം നെഞ്ചേറ്റി പരിപാലിച്ചു പോകുന്ന തെയ്യം ഗ്രാമീണ മനസ്സുകളുടെ ഈശ്വരവിശ്വാസത്തിന്റെയും സൗന്ദര്യ സങ്കല്പത്തിന്റെയും സമൂർത്ത രൂപമാണ്. തലമുറകളായി ഭക്തിവിശ്വാസങ്ങളോടെ ആരാധിച്ചു വരുന്ന ധർമ്മദൈവങ്ങൾ വിളങ്ങി വിളയാടുന്ന തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 27, 28 വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പെരിയാട്ടടക്കം ശ്രീ ചൗക്കാർ ഗുളികൻ ദേവസ്ഥാനത്ത് ഭക്തിപൂർവ്വം കൊണ്ടാടുകയാണ്. തെയ്യംകെട്ട് മഹോത്സവത്തിൽ പങ്കാളികളായി ധർമ്മദൈവങ്ങളുടെ തിരുമുടി കണ്ടു വണങ്ങുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തി ആദരവോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കരിഞ്ചാമുണ്ടിയമ്മേ കരിമേഘവേണി, കരിങ്കലശം നിനക്ക് സംക്രമത്തിൽ. കരിഞ്ചാമുണ്ടിയമ്മേ കരിമേഘവേണി, കരിങ്കലശം നിനക്ക് സംക്രമത്തിൽ. ഭക്തജനങ്ങളെ, ഗ്രാമീണ സംസ്കൃതി അരിയിട്ട് വാഴിച്ച നാട്ടുനടപ്പുകളുടെ നടുമുറ്റത്ത് ദിശ തെറ്റിപ്പരക്കുന്ന ജീവിതങ്ങളെ നേർവഴിയിലേക്ക് നയിക്കാൻ സംഘവഴക്കം തോറ്റിത്തെളിയിച്ച സുഹൃത പുണ്യമാണ് നമ്മുടെ തെയ്യക്കോലങ്ങൾ. മനസ്സിൽ നിറതിരി കത്തിച്ചാരാധിക്കുന്ന ആ ധർമ്മദേവങ്ങൾ ഒരു വിളിക്ക് 9 കൂറ്റുകാട്ടി അരങ്ങ് നിറഞ്ഞാടുന്ന തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 27, 28 വ്യാഴം വെള്ളി തീയതികളിൽ പെരിയാട്ടടക്കം ശ്രീ ചൗക്കാർ ഗുളികൻ ദേവസ്ഥാനത്ത് ഭക്തിപൂർവ്വം കൊണ്ടാടുകയാണ്. മാർച്ച് 27 രാവിലെ 5 മണിക്ക് ഗജമുഖ ഗണപതി പ്രീതിക്കായുള്ള ഗണപതി ഹോമം, രാവിലെ 11 മണിക്ക് കലവറ നിറക്കൽ, പെരിയാട്ടടക്കം ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിൽ നിന്നും ഫലധാന്യ സമൃദ്ധ സുഹൃതമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശ്രീ ചൗക്കാർ ഗുളികൻ ദേവസ്ഥാനത്ത് എത്തിച്ചേരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് കാലശൂല കാലപാശ കാലചക്രധാരിയായി ഗുളികരാജൻ തെയ്യത്തിന്റെ അവതാര നടനം. 1 മണി മുതൽ ഭക്തജനങ്ങൾക്കെല്ലാം അന്നദാനം. ഗ്രാമനിഷ്കളങ്കതയുടെ കൊട്ടും കുരവയും കനൽക്കട്ടകളുമായി കടും വർണ്ണങ്ങൾ തൊടുകുറിയിട്ട ദൈവത്തനിവുകൾ ചടുല നൃത്തമാടുന്ന മണ്ണാണ് നമ്മുടേത്. നിറപറയും നിലവിളക്കും നിറമനസ്സും തോറ്റിത്തെളിയിച്ച് ആദിമ ദൈവചൈതന്യങ്ങളെ ആവാഹിച്ചുറഞ്ഞാടിക്കുന്ന പെരിയാട്ടടക്കം ശ്രീ ചൗക്കാർ ഗുളികൻ ദേവസ്ഥാനത്ത് മാർച്ച് 27, 28 വ്യാഴം വെള്ളി എന്നീ തീയതികളിൽ തെയ്യംകെട്ട് മഹോത്സവം ഭക്തിപൂർവ്വം കൊണ്ടാടുകയാണ്. മാർച്ച് 27 വൈകുന്നേരം 6 മണിക്ക് ദീപാരാധനയെ തുടർന്ന് ഗുരുകാരണവർ, കുടുംബ പഞ്ചുരുളി, കരിഞ്ചാമുണ്ടിയമ്മ, അണ്ണപ്പ പഞ്ചുരുളി, കുപ്പ പഞ്ചുരുളി എന്നീ തെയ്യങ്ങളുടെ തിടങ്ങൽ, തുടർന്ന് ഭക്തജനങ്ങൾക്ക് ദാനങ്ങളിൽ മഹാദാനമായ അന്നദാനം. രാത്രി 9:30 സ്ഥിതിപാലകനായ ശ്രീ വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം. രാത്രി 10 മണിക്ക് മനമുരുകി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഉഗ്രമൂർത്തി സ്വരൂപിണികളായ അണ്ണപ്പ പഞ്ചുരുളി, കുപ്പ പഞ്ചുരുളി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട്. ആദിപരാശക്തിയുടെ വിഭിന്ന ഭാവങ്ങളാണ് സപ്തമാതാക്കൾ. ആധ്യാത്മിക വഴിയിലെ 7 ആത്മീയ തത്വങ്ങളായി ഉപാസകർ സപ്തമാതാക്കളെ കാണുന്നു. ബ്രഹ്മാണി, വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ടി എന്നിവരെയാണ് സപ്തമാതാക്കളായി ആരാധിക്കപ്പെടുന്നത്.
അസുരനിഗ്രഹത്തിനായി ഭദ്രകാളിയെ സഹായിക്കാൻ ദേവന്മാരുടെ ചൈതന്യത്തിൽ നിന്നും ഉത്ഭവിച്ച സപ്തമാതാക്കളിൽ ബലവീര്യമാർന്ന വരാഹി സങ്കല്പത്തിലുള്ള ദേവതയാണ് പഞ്ചുരുളിത്തെയ്യം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഉഗ്രചൈതന്യ സ്വരൂപങ്ങൾ കുടികൊള്ളുന്ന പെരിയാടടക്കം ശ്രീ ചൗക്കാറുകുളികൻ ദേവസ്ഥാനം തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 27, 28 വ്യാഴം വെള്ളി എന്നീ തീയതികളിൽ നടക്കുകയാണ്. തെയ്യം ചിലമ്പൊലിയും തെയ്യം വരവിളിയും മുഴങ്ങുന്ന തെയ്യംകെട്ട് മഹോത്സവത്തെ വരവേറ്റുകൊണ്ട് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഉഗ്രചൈതന്യ സ്വരൂപങ്ങൾ കുടികൊള്ളുന്ന പെരിയാട്ടടക്കം ശ്രീ ചൗക്കാറുകുളികൻ ദേവസ്ഥാനം തെയ്യം ചിലമ്പൊലിയും തെയ്യം വരവിളിയും മുഴങ്ങുന്ന തെയ്യംകെട്ട് മഹോത്സവത്തെ വരവേൽക്കുകയാണ്. മാർച്ച് മാസം 27, 28 വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഉറഞ്ഞാടിയും ഉരിയാടിയും മരിയെറിഞ്ഞും കുറിയെറിഞ്ഞും അരുമപ്പൈതങ്ങളെ അനുഗ്രഹിക്കുവാൻ ധർമ്മദേവങ്ങൾ തിരുവരങ്ങിലേക്ക് ഇറങ്ങി വരുന്നത്. ഉത്സവ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്കെല്ലാം അന്നദാനം. മുഴുവൻ ഭക്തജനങ്ങളെയും തെയ്യംകെട്ട് മഹോത്സവത്തിലേക്ക് ഭക്തി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്തംഭം പിളർക്കുന്ന ഹുങ്കാര ശബ്ദം ദിഗന്ധം നടുങ്ങുന്നതുന്ദുബീനാദം ശതകോടി സൂര്യന്മാരെയും ത്രിനേത്രം ചുടുദിനം തേടുന്ന ചുരികവോ നാവ്. ഭക്തജനങ്ങളെ, ഉത്കണ്ഠയും അശാന്തിയും നിറഞ്ഞ വർത്തമാനകാലത്ത് തെയ്യങ്ങളുടെ സാന്ത്വനമൊഴികൾ കേൾക്കുവാനും കാത്തുസൂക്ഷിക്കുവാനുമുള്ള കനകചൂർണമെന്നോണം മഞ്ഞൾക്കുറി കൈകളിൽ വാങ്ങി സമാശ്വസിക്കുവാനുമുള്ള ധന്യവേളയാണ് കളിയാട്ടങ്ങൾ. പെരിയാട്ടടക്കം ശ്രീ ചൗക്കാറുകുളികൻ ദേവസ്ഥാനത്ത് മാർച്ച് 28 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് നരഹരി ഭഗവാൻ ശ്രീ വിഷ്ണുമൂർത്തി പന്നകശായി പരമ്പുരുഷോത്തമൻ വൈകുണ്ഠനാഥൻ നരസിംഹാവതാരമൂർത്തിയുടെ തിരുപുറപ്പാട് നടക്കും. മാർച്ച് 27, 28 തീയതികളിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഭക്തജനങ്ങളെ, നൂറ്റാണ്ടുകളായി ഗ്രാമീണ മനസ്സുകൾ നെഞ്ചേറ്റി പരിപാലിക്കുന്ന തെയ്യം നമ്മുടെ ഈശ്വരോപാസനയുടെയും സൗന്ദര്യബോധത്തിന്റെയും പ്രതീകമാണ്. മനസ്സിൽ സങ്കടക്കടലുമായി എത്തുന്നവർക്ക് ആശ്വാസവചനങ്ങളും വയറ് വിശന്നെത്തുന്നവർക്ക് ഒരുപിടി അന്നവും നൽകി ധർമ്മദൈവങ്ങൾ വിളങ്ങി വിളയാടുന്ന തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 27, 28 വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പെരിയാട്ടടക്കം ശ്രീ ചൗക്കാറുകുളികൻ ദേവസ്ഥാനത്ത് ഭക്തിപൂർവ്വം കൊണ്ടാടുകയാണ്. തെയ്യംകെട്ട് മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മാർച്ച് 27 രാവിലെ 11 മണിക്ക് പെരിയാട്ടടക്കം ശ്രീ അയ്യപ്പ ഭജനമന്ദിരത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടികളോടെ ഫലധാന്യ സമൃദ്ധ സുഹൃതമായ കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് മീനസൂര്യൻ ആകാശത്തിന്റെ ഉച്ചിയിൽ നിന്നും കനൽ ഭക്ഷിക്കുന്ന മധ്യാഹ്നവേളയിൽ കാലശൂല കാലപാശ കാലചക്രധാരിയായ ഗുളികരാജൻ തിരുവടികളുടെ അവതാര നടനം നടക്കും. തെയ്യംകെട്ട് മഹോത്സവത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം 2 നാളുകളിലും അന്നദാനം. നക്ഷത്ര കണ്ണുകളിൽ അഗ്നിശോഭയും ചലനങ്ങളിൽ രൗദ്രവും ആവാഹിച്ച് ചൂട്ടുകറ്റകൾ ഉലർന്നു കത്തുന്ന ചെന്തീപ്രഭയിൽ ചെണ്ടവാദ്യത്തിന്റെ ആനന്ദലഹരിയിൽ കനൽ ശോഭ പടരുന്ന തിരുമുടി അഴകുമായി തെയ്യക്കോലങ്ങൾ ഐശ്വര്യവും സമ്പത്തും സൽകീർത്തിയും സമൃദ്ധിയും പ്രദാനം ചെയ്യാൻ തിരുവരങ്ങിലേക്ക് ഇറങ്ങിവരുന്ന തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 27, 28 വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പെരിയാട്ടടക്കം ശ്രീ ചൗക്കാറുകുളികൻ ദേവസ്ഥാനത്ത് ഭക്തിപൂർവ്വം കൊണ്ടാടുകയാണ്. ഉത്സവ പരിപാടികളിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ತಿರುಪತಿ ವೆಂಕಟರಮಣ ನಿನಗೆ ತಕ್ಕೆ ಬಾರದು ಕರುಣ, ನಿನಗೆ ತಕ್ಕೆ ಬಾರದು ಕರುಣ. ನಂಬಿದೆ ನಿನ್ನಯ ಚರಣ, ನಂಬಿದೆ ನಿನ್ನಯ ಚರಣ, ಪರಿಪಾಲಿಸಬೇಕು ಕರುಣ ಕರುಣ. ഭക്തജനങ്ങളെ, പഴമയുടെ പെരുമയേറുന്ന നന്മകളാൽ സമൃദ്ധമായ ഗ്രാമീണ വിശുദ്ധിയിൽ ഭക്തിയും വിശ്വാസത്തിന്റെയും നെയ്ത്തിരി കത്തിക്കുവാൻ നേരിന്റെ നാരായവേരായ സത്യത്തിന്റെ തിരുമുടി ചൂടിയ തെയ്യങ്ങൾ വിളങ്ങി വിളയാടുന്ന കളിയാട്ട മഹോത്സവം പെരിയാട്ടടക്കം ശ്രീ ചൗക്കാറുകുളികൻ ദേവസ്ഥാനത്ത് മാർച്ച് 27, 28 വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ഭക്തിയുടെ നിറവാർന്ന അന്തരീക്ഷത്തിൽ കൊണ്ടാടുകയാണ്. 2025 മാർച്ച് 28 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഉഗ്രമൂർത്തി സ്വരൂപിണിയായ സാക്ഷാൽ ശ്രീ കരിഞ്ചാമുണ്ടിയമ്മയുടെ തിരുവുറപ്പാട് നടക്കും. കാർഷിക കേരളത്തിന്റെ കളപ്പുരയിൽ കൊയ്ത്തുകാല വസന്തത്തിന്റെ കതിരുകൾ കുന്നുകൂടുമ്പോൾ ഊർവരതയുടെ വരപ്രസാദങ്ങൾക്ക് നന്ദിയോദിക്കൊണ്ട് കുലദൈവങ്ങളെ കെട്ടിയാടിച്ച് നാം ജീവിതാഹ്ലാദം പങ്കിടുന്നു. ഉത്തരമലബാറിലെ കാവുകളിൽ കെട്ടിയാടുന്ന കാട്ടുമൂർത്തിയായ വനദേവതയാണ് കരിഞ്ചാമുണ്ടിയമ്മ. മാർച്ച് 27 രാവിലെ 5 മണിക്ക് ഗജമുഖ ഗണപതി പ്രീതിക്കായുള്ള ഗണപതി ഹോമം, രാവിലെ 11 മണിക്ക് കലവറ നിറക്കൽ. പെരിയാട്ടടക്കം ശ്രീ അയ്യപ്പ ഭജനമന്ദിരത്തിൽ നിന്നും ഫലധാന്യ സമൃദ്ധ സുഹൃതമായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ശ്രീ ചൗക്കാറുകുളികൻ ദേവസ്ഥാനത്ത് എത്തിച്ചേരുന്നു.
ഉച്ചയ്ക്ക് 12 മണിക്ക് കാലശൂല കാലപാശ കാലചക്രധാരിയായി ഗുളികരാജൻ തെയ്യത്തിന്റെ അവതാര നടനം. 1 മണി മുതൽ ഭക്തജനങ്ങൾക്കെല്ലാം അന്നദാനം. ഗ്രാമനിഷ്കളങ്കതയുടെ കൊട്ടും കുരവയും കനൽക്കട്ടകളുമായി കടും വർണ്ണങ്ങൾ തൊടുകുറിയിട്ട ദൈവത്തനിവുകൾ ചടുല നൃത്തമാടുന്ന മണ്ണാണ് നമ്മുടേത്. നിറപറയും നിലവിളക്കും നിറമനസ്സും തോറ്റിത്തെളിയിച്ച് ആദിമ ദൈവചൈതന്യങ്ങളെ ആവാഹിച്ചുറഞ്ഞാടിക്കുന്ന പെരിയാട്ടക്കം ശ്രീ ചൗക്കാറ് ഗുളികൻ ദേവസ്ഥാനത്ത് മാർച്ച് 27, 28 വ്യാഴം വെള്ളി എന്നീ തീയതികളിൽ തെയ്യംകെട്ട് മഹോത്സവം ഭക്തിപൂർവ്വം കൊണ്ടാടുകയാണ്. മാർച്ച് 27 വൈകുന്നേരം 6 മണിക്ക് ദീപാരാധനയെ തുടർന്ന് ഗുരുകാരണവർ, കുടുംബ പഞ്ചുരുളി, കരിഞ്ചാമുണ്ടിയമ്മ, അണ്ണപ്പ പഞ്ചുരുളി, കുപ്പ പഞ്ചുരുളി എന്നീ തെയ്യങ്ങളുടെ തിടങ്ങൾ. തുടർന്ന് ഭക്തജനങ്ങൾക്ക് ദാനങ്ങളിൽ മഹാദാനമായ അന്നദാനം. രാത്രി 9:30 സ്ഥിതിപാലകനായ ശ്രീ വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം. രാത്രി 10 മണിക്ക് മനമുരുകി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഉഗ്രമൂർത്തി സ്വരൂപണികളായ അണ്ണപ്പ പഞ്ചുരുളി, കുപ്പപ്പഞ്ചുരുളി എന്നീ തെയ്യങ്ങളുടെ പുറപ്പാട്. ആദിപരാശക്തിയുടെ വിഭിന്ന ഭാവങ്ങളാണ് സപ്തമാതാക്കൾ. ആധ്യാത്മിക വഴിയിലെ 7 ആത്മീയ തത്വങ്ങളായി ഉപാസകർ സപ്തമാതാക്കളെ കാണുന്നു. ബ്രഹ്മാണി, വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ടി എന്നിവരെയാണ് സപ്തമാതാക്കളായി ആരാധിക്കപ്പെടുന്നത്. അസുരനിഗ്രഹത്തിനായി ഭദ്രകാളിയെ സഹായിക്കാൻ ദേവന്മാരുടെ ചൈതന്യത്തിൽ നിന്നും ഉത്ഭവിച്ച സപ്തമാതാക്കളിൽ ബലവീര്യമാർന്ന വരാഹി സങ്കല്പത്തിലുള്ള ദേവതയാണ് പഞ്ചുരുളിത്തെയ്യം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഉഗ്രചൈതന്യ സ്വരൂപങ്ങൾ കുടികൊള്ളുന്ന പെരിയാട്ടക്കം ശ്രീ ചൗക്കാറ് ഗുളികൻ ദേവസ്ഥാനം തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 27, 28 വ്യാഴം വെള്ളി എന്നീ തീയതികളിൽ നടക്കുകയാണ്. തെയ്യം ചിലമ്പൊലിയും തെയ്യം വരവിളിയും മുഴങ്ങുന്ന തെയ്യംകെട്ട് മഹോത്സവത്തെ വരവേറ്റുകൊണ്ട് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഉഗ്രചൈതന്യ സ്വരൂപങ്ങൾ കുടികൊള്ളുന്ന പെരിയാട്ടക്കം ശ്രീ ചൗക്കാറ് ഗുളികൻ ദേവസ്ഥാനം തെയ്യം ചിലമ്പൊലിയും തെയ്യം വരവിളിയും മുഴങ്ങുന്ന തെയ്യംകെട്ട് മഹോത്സവത്തെ വരവേൽക്കുകയാണ്. മാർച്ച് മാസം 27, 28 വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഉറഞ്ഞാടിയും ഉരിയാടിയും മരിയെറിഞ്ഞും കുറിയെറിഞ്ഞും അരുമപ്പൈതങ്ങളെ അനുഗ്രഹിക്കുവാൻ ധർമ്മദേവങ്ങൾ തിരുവരങ്ങിലേക്ക് ഇറങ്ങി വരുന്നത്. ഉത്സവ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്കെല്ലാം അന്നദാനം. മുഴുവൻ ഭക്തജനങ്ങളെയും തെയ്യംകെട്ട് മഹോത്സവത്തിലേക്ക് ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അന്നദാന പ്രഭുവേ നിൻ ആശ്രയം യാചിച്ചുകൊണ്ടഗതികൾ നിന്നാമം ധ്യാനിക്കുന്നു. അത്താഴ പട്ടിണിക്കാർ തിരുവയ്ക്കത്തെത്തുമ്പോൾ ഒരു പിടി അന്നം നൽകും ഭഗവാനേ. മാർച്ച് 28 വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് കുറത്തിയമ്മയുടെ പുറപ്പാട്. ഊർവര ദേവതയാണ് കുറത്തിയമ്മ. കാർഷികാഭിവൃദ്ധിക്കും കുടുംബശ്രേയസ്സിനും തുണയരുളുന്ന കുറത്തിത്തെയ്യം ശ്രീ പാർവതി സങ്കല്പത്തിലുള്ള കാർഷിക ദേവതയാണ്. പുള്ളിക്കുറത്തി, മലംകുറത്തി, സേവക്കുറത്തി, ഉച്ചക്കുറത്തി, തെക്കൻ കുറത്തി, മാരണക്കുറത്തി, കുഞ്ഞാർ കുറത്തി എന്നിങ്ങനെ 18 തരം കുറത്തികളുണ്ടെന്നാണ് സങ്കല്പം. കുറത്തിയമ്മയുടെ പുറപ്പാടിനെ തുടർന്ന് പകൽ 9 മണിക്ക് നാടിന് നാട്ടുപരദേവതയായും വീടിന് ഐശ്വര്യമായും കുടികൊള്ളുന്ന കുടുംബ പഞ്ചുരുളിയമ്മയുടെ തിരുപുറപ്പാട് നടക്കും. ആദിവ്യാധികളെ അകറ്റി ഏറിയോരു ഗുണത്തെ പ്രദാനം ചെയ്യാൻ അഭീഷ്ടവരദായകരായ തെയ്യക്കോലങ്ങൾ, ചെമ്പട്ടും ചെക്കിപ്പൂവും കുരുത്തോല ഉടയാടുകളും വെള്ളോട്ട് ചിലമ്പും പള്ളിവാളും തിരുവായ്മൊഴികളുമായി തിരുവരങ്ങിലേക്ക് ഇറങ്ങിവരുന്ന തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 27, 28 വ്യാഴം വെള്ളി എന്നീ തീയതികളിലായി പെരിയാട്ടക്കം ശ്രീ ചൗക്കാറ് ഗുളികൻ ദേവസ്ഥാനത്ത് ഭക്തിപൂർവ്വം കൊണ്ടാടുകയാണ്. മുഴുവൻ ഭക്തജനങ്ങളെയും തെയ്യംകെട്ട് മഹോത്സവത്തിലേക്ക് ഭക്തിയാദരപൂർവ്വം